നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് മാത്രം പോരാ, കുറച്ച് ട്രിക്ക് കൂടെ ആവശ്യമായിട്ട് വരും. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. വൂപ്പ് ടെക്നിക്ക് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. വൂപ്പ് ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. അപ്പോൾ വൂപ്പ് ടെക്നിക്കിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എഫക്റ്റീവായിട്ടൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ഒരു വിഷ്വലൈസേഷൻ നമ്മൾ നടത്തുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ പഠിക്കാനാണെങ്കിൽ കൂടി എന്തിനും ആയിക്കോട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ആ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്താണ് നേടുന്നത്, അതിൻ്റെ റിസൾട്ട് എന്താണ്, അതിലൂടെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ നമുക്ക് നേരിടാനുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുണ്ടോ, അതിന് അച്ചീവ്മെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നമുക്ക് ലഭിക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടി പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല, മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ശരി, ഞാൻ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എക്സാമിന് നല്ല രീതിക്ക് എഴുതാൻ പറ്റും, എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് വരും, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ മാർക്ക്, ഫുൾ എ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ അടുത്തൊക്കെ എനിക്ക് അഭിനന്ദനങ്ങൾ, ടീച്ചേഴ്സിൻ്റെ അടുത്ത് അഭിനന്ദനങ്ങൾ, ട്രോഫികൾ നമുക്ക് വാരിക്കൂട്ടാം. +2 നല്ല ഒരു സ്കൂളിൽ സയൻസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ബാച്ചിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും, ആഗ്രഹിക്കുന്നത് പോലെ ലൈഫ് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളില്ല, അതൊക്കെ വിഷ്വലൈസ് ചെയ്ത് നോക്കുക. അതിൻ്റെ തടസ്സങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നോക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ വിഷ്വലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ തന്നെ, വിഷ്വലൈസേഷനിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും, അല്ലേ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ രാവിലെ എണീറ്റു, നിങ്ങൾക്ക് ഒരു പുസ്തകം വായിക്കാനുണ്ട്, ആ പുസ്തകം വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ പറയില്ലേ, ഈ എക്സ് എന്ന് പറയുന്ന ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വൈ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്ത് തീർക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എക്സ് കഴിഞ്ഞാൽ എക്സ് ചെയ്ത് തീർന്നാൽ നമ്മൾ വൈ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു തോട്ടില്ലേ? ഇപ്പോൾ രാവിലെ നീറ്റ് ഒരു ചായ കുടിക്കുകയാണ്, ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ ഞാൻ എന്ത് ചെയ്യും, ബുക്ക് വായിക്കാനുണ്ടോ അല്ലെങ്കിൽ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ, അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു തോട്ടില്ലേ, അതെപ്പോഴും അങ്ങനെ മൈൻഡിൽ വെക്കുക. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും ആ ആക്ഷൻ എടുക്കാൻ നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ റിസൾട്ടിന് വേണ്ടി നമ്മളൊരു ആക്ഷൻ എടുക്കില്ലേ, അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും വെക്കുക. ഇതൊക്കെ മൈൻഡിൽ വെച്ചാലാണ് നമ്മുടെ വൂപ്പ് ടെക്നിക്ക് കുറച്ചും കൂടെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വൂപ്പ് ടെക്നിക്കിന് മെയിനായിട്ട് 4 സ്റ്റെപ്സ് ആണുള്ളത്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം വിഷാണ്. വിഷ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് അച്ചീവ് ചെയ്യാനുള്ളത്, എന്താണ് നിങ്ങളുടെ ഗോൾ, അത് ഏത് ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, കരിയർ ആണോ, സ്റ്റഡീസ് ആണോ, ഫാമിലി ആണോ, ഫ്രണ്ട്സ് ആണോ, റിലേഷൻഷിപ്പ് ആണോ, ഏത് ഏരിയയുമായിട്ടുള്ള ഗോൾസ് ആണ് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുള്ളത്, അതിൻ്റെ പ്രിഫറൻസ് എന്തൊക്കെയാണ്, അതൊക്കെ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഔട്ട്കം എന്നുള്ളത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വിഷ് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും, എന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നടക്കുന്നത്, എന്ത് അച്ചീവ്മെൻ്റ് ആണ് നടക്കുന്നത്, അതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ, ഇത് ചെയ്യാനുള്ളൊരു സംഗതി നിങ്ങളുടെ ഉള്ളിൽ അപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് രണ്ടാമത്തെ കാര്യം, വിഷ്. ആൻഡ് സെക്കൻഡ് വൺ, ഔട്ട്കം. മൂന്നാമത്തെ കാര്യമാണ് ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ. നിങ്ങളിപ്പോൾ ഈ വിഷ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മേ ബി നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കാം, എന്തോ ആവട്ടെ. ആ ഹാബിറ്റ്സ് എന്താണെന്നുള്ളത് അത് കണ്ടെത്തിയിട്ട് അത് മാറ്റാനായിട്ട് നോക്കുക. ഡിസ്ട്രാക്ഷൻസ് എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അത് മാറ്റാനായിട്ട് നോക്കുക. എന്ത് തടസ്സമാണെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് 1 by 1 ആയിട്ട് അത് ക്ലിയർ ചെയ്ത് വിടാനായിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷ് ഒരിക്കലും നടക്കില്ല. ഫൈനലി നാലാമത്തെ കാര്യം പ്ലാൻ ആണ്. പ്ലാൻ മീൻസ് നമ്മൾ ഈ കാര്യം ചെയ്ത് തീർക്കാനുള്ള നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക, ഒരു പ്ലാൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് വെക്കുക, അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ആ വിഷ് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ വൂപ്പ് ടെക്നിക്കിൽ വരുന്നത്. അപ്പോൾ ഈ വൂപ്പ് ടെക്നിക്കിലെ 4 കാര്യങ്ങൾ എന്താണ്, വിഷ് എന്താണ്, ഔട്ട്കം എന്താണ്, ഒബ്സ്റ്റക്കിൾസ്, പ്ലാൻ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പോസിറ്റീവ് മൈൻഡ് സെറ്റിൻ്റെ കൂടെ കുറച്ചും കൂടെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇത് കുറച്ചും കൂടെ എക്സാമ്പിളിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ,
ആണെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോകണം. അതാണ് നിങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. ജിമ്മിൽ പോയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കണം, നല്ല ഫിറ്റ് ആയിട്ടുള്ളൊരു ബോഡി നിങ്ങൾക്ക് കാണണം അല്ലേ? അതാണ് നിങ്ങളുടെ ഒരു ഔട്ട്കമ്മും അത് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ ഹെൽത്തി ആയിട്ട് നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു തടസ്സം എന്ന് പറയുന്നത് നല്ലൊരു ജിം പാർട്ട്ണറെ കിട്ടുന്നില്ല, നിങ്ങൾക്ക് മടിയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ടെത്തിയിട്ട് അത് കറക്റ്റ് ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്ത് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം നമ്മളുടെ മൈൻഡിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഈ വിഷും ഔട്ട്കമ്മും അല്ലെങ്കിൽ പ്ലാനും ഒബ്സ്റ്റക്കിൾസ് കൊണ്ട് ഒക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഉപയോഗിച്ച്, ഈ വൂപ്പ് ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഡ്രീംസ് ഒന്ന് അച്ചീവ് ചെയ്യാൻ നോക്കി.